എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ജോബീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് എഗ് റോസ്റ്റാണ് എൻ്റെ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ എഗ് റോസ്റ്റ് എങ്ങനെ ഈസി ആയിട്ട് നമ്മൾക്ക് തയ്യാറാക്കാം എന്നതിനെക്കുറിച്ചാണ് വീഡിയോ. അപ്പോൾ എൻ്റെ വീഡിയോ കാണുക, ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ബെല്ലൈക്കൺ എനേബിൾ ആക്കിയിടുക. അപ്പോൾ നമ്മൾക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. എഗ് റോസ്റ്റ് ചേരുവകൾ നോക്കാം. 2-3 സവാള, 2 തക്കാളി, ഇഞ്ചി, ഒരല്പം 2-3 വെളുത്തുള്ളി, പച്ചമുളക്, വേപ്പില, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടി, തേങ്ങാപ്പാൽ, ഉപ്പ്. ഞാൻ മുട്ട ഉപ്പിട്ട് പുഴുങ്ങി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഈ വെജിറ്റബിൾസ് എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. തക്കാളി കട്ട് ചെയ്ത് സെപ്പറേറ്റ് മാറ്റി വയ്ക്കുക. ബാക്കി ഇഞ്ചി, പച്ചമുളക്, സവാള, വെളുത്തുള്ളി, വേപ്പില ഒരുമിച്ചിടുക. ഇപ്പോൾ നമ്മുടെ കട്ടിങ് എല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മൾക്കിത് ഇനി വഴറ്റിയെടുക്കാം. ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിൽ വെളിച്ചെണ്ണ ഒഴിക്കുക. തിള വന്നതിന് ശേഷം നമ്മളുടെ സവാള തുടങ്ങിയ കട്ടിങ്സ് എല്ലാം അതിനകത്തിട്ട് വഴറ്റിയെടുക്കാം. ഇതിനകത്തേക്ക് നമുക്ക് അല്പം ഉപ്പ് ചേർത്തെടുക്കാം. മുട്ടയിൽ ഓൾറെഡി ഉപ്പിട്ടാണ് പുഴുങ്ങിയിരിക്കുന്നത്, അപ്പോൾ കുറച്ച് ഉപ്പ് നമുക്ക് ചേർത്താൽ മതിയാവും. ഇത് ഒന്ന് വാടി വരുമ്പോൾ ഇതിനകത്തേക്ക് നമ്മളുടെ തക്കാളി അരിഞ്ഞു വച്ചേക്കുന്നത് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതേ സമയം നമ്മൾക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട അതിൻ്റെ തോടെല്ലാം കളഞ്ഞ് ക്ലീൻ ആക്കാം. ഉപ്പിട്ട് ചെറുതീയിലിട്ട് പുഴുങ്ങുക, അല്ലെങ്കിൽ മുട്ടയെല്ലാം പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ വെള്ളം തണുത്തതിന് ശേഷം മുട്ട ക്ലീൻ ചെയ്യുക. നമ്മൾ മുട്ട വേവിച്ച വെള്ളത്തിൽ തന്നെ മുട്ട കിടന്ന് ചൂട് ആറാനായിട്ട് അനുവദിക്കുക. നമ്മുടെ മുട്ട ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളുടെ സവാളയും തക്കാളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. നമ്മൾക്ക് ഇതിനകത്തേക്ക് നമ്മുടെ മസാലകൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 സ്പൂണിന് താഴെ മഞ്ഞൾപ്പൊടി, ഒരു 1/2 സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 സ്പൂൺ ഗരം മസാല, ഒരു 1/2 സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇത് എണ്ണ ഒന്ന് തെളിഞ്ഞ് വരുന്നത് വരെ നമ്മൾക്ക് ചെറുതീയിലിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മൾക്ക് ഇതിലേക്ക് നമ്മളുടെ തേങ്ങാപ്പാൽ എടുത്തു വെച്ചേക്കുന്നത് ഒഴിച്ചു കൊടുക്കാം. ഞാൻ 2ഉം 1ഉം, അതായത് ഒന്നാമത്തെ രണ്ടാമത്തെ പാൽ ഒരുമിച്ചാണ് എടുത്ത് വെക്കുന്നത്. ഏകദേശം ഒരു 2 ഗ്ലാസ് പാൽ എടുത്തിട്ടുണ്ട്. 4 മുട്ട ആണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ അതിനുള്ള ഗ്രേവി നമുക്ക് ആവശ്യാനുസരണം തയ്യാറാക്കാം. ഇനി നമ്മൾക്ക് ഇതൊന്ന് തിള വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. ആ സമയം നമ്മൾക്ക് ഒരല്പം ടൊമാറ്റോ സോസ്, ഒരു 1/4 സ്പൂൺ ടൊമാറ്റോ സോസ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ടൊമാറ്റോ സോസ് ചേർക്കുന്നത് നിർബന്ധമുള്ളൊരു കാര്യമല്ല. ഇത് നമ്മളുടെ മുട്ടയുടെ ഗ്രേവി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ക്ലീൻ ചെയ്ത് വച്ചിരിക്കുന്ന മുട്ട ഇട്ട് കൊടുക്കുക. മുട്ട ഒന്ന് ഇളക്കി. ഇത് ഒരുപാട് തിളയ്ക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ഓൾറെഡി നമ്മൾ തിളച്ച ഗ്രേവിയിലേക്കാണ് മുട്ട ഇട്ട് കൊടുക്കുന്നത്. ഒരു മിനിറ്റോളം ഒന്നും കൂടി ഒന്ന് ചൂടാക്കി നമ്മൾക്ക് തീ ഓഫ് ചെയ്യാം. നമ്മളുടെ എഗ് റോസ്റ്റ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇത് അപ്പത്തിൻ്റെ കൂടെയും മറ്റും കഴിക്കാൻ പറ്റിയ നല്ലൊരു എഗ്ഗ് വിഭവമാണ്. നന്ദി.